കാർഗിൽ യുദ്ധത്തിൽ ബലിദാനികളായ ധീര സൈനികർക്ക് തലസ്ഥാനത്ത് സ്മാരകമൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്യാപ്റ്റൻ ജെറി പ്രേംരാജ്, ഗണ്ണർ ഷിജുകുമാർ, ലാൻസ് നായിക് അജികുമാർ തുടങ്ങിയവർക്ക് സ്മാരകം ഒരുക്കണം എന്നാണ് ആവശ്യം. പൂർവ്വ സൈനിക പരിഷത്തിന്റെയും അനന്തപുരി സോൾജിയേഴ്സിന്റെയും സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തവരെ അനുസ്മരിച്ചു. കാർഗിൽ വിജയ ദിവസത്തിൽ ധീരസൈനികർക്ക് ആദരവൊരുക്കുമ്പോഴും സർക്കാർ തലത്തിൽ നേരിടുന്ന അവഗണനയിലാണ് എതിർപ്പ് ശക്തമാകുന്നത്. ബലിദാനികൾക്ക് തലസ്ഥാനത്ത് അർഹമായ സ്മാരകമൊരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനും ഗണ്ണർ ഷിജുകുമാറിനും ലാൻസ് നായിക്കുമാരായ അജികുമാറിനും സൈമണിനുമൊന്നും തിരുവനന്തപുരം സ്വദേശികളായിട്ട് കൂടി തലസ്ഥാനത്ത് എവിടെയും സ്മാരകങ്ങളില്ല. സ്വന്തം വീടുകളിലെ സ്മൃതി മണ്ഡപങ്ങളിലും ഓർമ്മകളും മാത്രമാണ് അവരുടെ അടയാളങ്ങളായി ബാക്കിയുള്ളത്. ടൈഗർ ഹില്ലിനെ സ്വരക്തം കൊണ്ട് ചുവപ്പിച്ച ക്യാപ്റ്റൻ ജെറി പ്രേംരാജിനോടും സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങൾ കാട്ടുന്നത് തികഞ്ഞ അവഗണന. വാഗ്ദാനങ്ങൾ കേട്ട് മനസ്സുമടുത്തെന്ന് ജെറിയുടെ അമ്മയും പറയുന്നു. രാജ്യത്തിന് വേണ്ടി മരിച്ച് എൻ്റെ മോന് ഇവിടെ ആരും ഒരു സ്മാരകമോ ഒന്നും പണിതിട്ടില്ല. ഇവിടെ പണ്ട് ശശി തരൂർ MP വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യാം എന്ന് പറഞ്ഞു. ഇവരെയും ചെയ്തില്ല. പിന്നെ എന്തായാലും ഞങ്ങളെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കാലം കഴിഞ്ഞാലും അതൊന്നും ഓർമ്മയായിട്ടിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല ആരും. അതേസമയം ഒരു സിനിമാക്കാരനോ വേറെ ആരും ആയിരുന്നെങ്കിൽ അവർ ഉടനെ ചെയ്യും. ഇത് രാജ്യത്തിന് വേണ്ടി മരിച്ചത് അതൊന്നും അവർക്കത്ര ഇതല്ല. ജെറിയെയും അജിയെയും പോലെയുള്ള സൈനികരുടെ ജീവിതങ്ങൾ കരിക്കുലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് പല പ്രാവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. നമ്മൾ പഠിക്കുന്ന പാഠ്യപദ്ധതിയിൽ കാർഗിലിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ ചരിത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിന് മറുപടിയായി കരിക്കുലർ റിവിഷൻ നടത്തുന്ന സമയത്ത് അത് പരിഗണിക്കാമെന്ന ഉറപ്പും സർക്കാർ ഞങ്ങൾക്ക് നൽകിയതായിരുന്നു. പക്ഷേ ഇന്ന് വരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ജെറി പ്രേംരാജിനെ പോലെയുള്ളവരുടെ വീരമരണങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുന്ന വിധത്തിൽ ഓർമ്മിപ്പിക്കപ്പെടണമെന്ന് പൂർവ്വ സൈനിക സേവാ പരിഷത്തും ആവശ്യപ്പെടുന്നു. നമ്മുടെ വീര ജവാന്മാർ അവരുടെ ജീവിതം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബലിദാനം ചെയ്ത കഥകൾ ഇപ്പോഴത്തെ തലമുറ പഠിക്കുകയും അത് അനുകരിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാരതത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ചവർക്കായി ആദരമർപ്പിക്കുന്ന ചടങ്ങുകൾ നടന്നു. സൈനിക വിഭാഗങ്ങൾ, പൂർവ്വ സൈനിക സേവാ പരിഷത്ത്, അനന്തപുരി സോൾജിയേഴ്സ്, NCC തുടങ്ങിയ സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ജനം, തിരുവനന്തപുരം.